എല്ലാ മനുഷ്യരും ജീവിതത്തിൽ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു ഹീലിംഗ് പ്രോസസ്സ് ഞാൻ പറയാം. ഒരു ഉദാഹരണത്തിന്, ഒരിക്കൽ ഡീപ്പ് ഇമർഷനിൽ വന്ന ഒരു ജെന്റിൽമാന് ഭയങ്കര സ്ട്രെസ്സ്, അതുപോലെ തന്നെ ആങ്സൈറ്റി ഉണ്ട്, ദേഷ്യമുണ്ട്. എന്തിനാ ദേഷ്യം എന്ന് വെച്ചാൽ അറിയില്ല. അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം പഠിച്ചു നോക്കുമ്പോൾ കഴിഞ്ഞ 20 വർഷമായിട്ട് അദ്ദേഹം ഫാദറുമായിട്ട് തെറ്റിലാണ്. ചെറുപ്പത്തിൽ ഫാദർ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കുകയും ചീത്ത വിളിക്കുകയും അടിക്കുകയൊക്കെ ചെയ്തു. അന്ന് നാട് വിട്ടത് അദ്ദേഹം. ഇപ്പം 20 വർഷത്തിന് ശേഷവും തിരിച്ചു പോയിട്ടില്ല. ഞാൻ പറഞ്ഞ എന്തിൻ്റെ പേരിലായാലും അച്ഛനല്ലേ, അദ്ദേഹത്തിന് നിരുപാധികം മാപ്പ് കൊടുക്ക്. അദ്ദേഹം ഒരുപക്ഷെ അറിവില്ലാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയോ അന്നത്തെ സാഹചര്യത്തിലൊക്കെ ചെയ്തതായിരിക്കും. നീ അച്ഛനെ വിളിച്ചിട്ടൊന്ന് ഒന്ന് ഒന്ന് സോറി പറയുമെന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ മെഡിറ്റേഷനോ കഴിഞ്ഞിട്ട് അദ്ദേഹം അച്ഛനെ വിളിച്ചു. അച്ഛാ, സോറി, എൻ്റെ അടുത്തുനിന്ന് തെറ്റുപറ്റിപ്പോയി, എനിക്ക് അച്ഛനോട് ദേഷ്യമൊന്നും ഇല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛനും പറഞ്ഞടാ, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യാറുണ്ടെന്നും പറഞ്ഞ്. അങ്ങനെ അദ്ദേഹം 9:30 മണിക്ക് ക്ലാസ്സിലേക്ക് തിരിച്ചു വന്നപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ചെന്നോട്, ഡോക്ടറെ, ഒരു 10-20 വർഷമായിട്ട് ഞാൻ നെഞ്ചത്ത് കൊണ്ടു കിടക്കുന്ന ഒരു 1000 കിലോ ഭാരം ഞാൻ ഇറക്കി വെച്ചിട്ടോ എന്ന് പറഞ്ഞു. ഇത് എല്ലാ മനുഷ്യൻ്റെയും പ്രശ്നമാണ്. നമ്മുടെ ഉള്ളിലൊക്കെ ഒരു അൺഹീൽഡ് ഇന്നർ ചൈൽഡ് ഉണ്ടാവും. നമ്മുടെ പാരൻസ് നമ്മളെ വളർത്തുന്നതിൻ്റെ ഇടയിൽ ചെയ്ത ഓരോ ദേഷ്യവും അടിയും വഴക്കും ഒക്കെ നമ്മളിങ്ങനെ കൊണ്ട് നടക്കുകയാണ്. പാരൻസിന് നിരുപാധികം മാപ്പ് കൊടുത്ത് ആ മുറിവ് ഉണക്കുന്നത് വരെ നമ്മളിലുള്ള ഒരു സമാധാനമുള്ള മനുഷ്യൻ ജനിക്കുന്നില്ല. നമ്മളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സന്തോഷം തുടങ്ങുന്നേയില്ല.